നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥിയും ഉത്രട്ടാതി നക്ഷത്രവും തിങ്കളാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാം ആ ഒരു വീഡിയോ കണ്ട് നാളെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേർ നാളെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കനകധാരാ സ്തോത്രം ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ മാത്രം മതി. നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. അതുകൊണ്ട് എല്ലാവരും തന്നെ ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിക്കുക. ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് കനകധാരാ സ്തോത്രമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. കാരണം ഇതുപോലൊരു ദിവസം നമുക്ക് ഇനി ഒരു വർഷം കഴിയുമ്പോൾ മാത്രമേ ലഭിച്ചു എന്ന് വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ നാളെ പഞ്ചമി തിഥി ആയതുകൊണ്ട് തന്നെ പഞ്ചമി ദേവിയുടെ വാരാഹി ദേവിയുടെ ഒരു നാമം ചൊല്ലുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വാരാഹി പൂജകളൊക്കെ തന്നെ നമുക്ക് നാളെ വൈകുന്നേരം ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച രാത്രി 11:15 കഴിയുമ്പോൾ തന്നെ പഞ്ചമി തിഥി ആരംഭിക്കും. അവസാനിക്കുന്നത് നാളെ രാത്രി 10:54 അതായത് ഏകദേശം രാത്രി 11 മണി വരെയും പഞ്ചമി തിഥി ഉണ്ട്. പഞ്ചമി പൂജകൾ ചെയ്യുന്നവർക്ക് നാളെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നാളെ സന്ധ്യയ്ക്ക് 6 മണിക്ക് ലക്ഷ്മി പൂജ ചെയ്തു കഴിഞ്ഞ് ഉടനെ തന്നെ പഞ്ചമി പൂജയും ചെയ്യാവുന്നതാണ്. പഞ്ചദീപം കൊളുത്തുന്നവരാണെങ്കിൽ പഞ്ചദീപം കൊളുത്താം. തേങ്ങാദീപമാണ് കൊളുത്തുന്നതെങ്കിൽ തേങ്ങാദീപം കൊളുത്താവുന്നതാണ്. അത് നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. ആദ്യം തന്നെ കരിപ്പട്ടി ദീപം കൊളുത്തേണ്ട ഗുരുഹോര സമയവും വാരാഹി ദേവിക്ക് ലെറ്റർ എഴുതി വെക്കേണ്ട ശുക്രഹോര സമയവും നാളെ എപ്പോഴാണ് എന്നുള്ളത് നോക്കാം. ശുക്രഹോര നാളെ 3 സമയമുണ്ട്. ഒന്ന് രാവിലെ 4:10 മുതൽ 5:10 വരെയാണ്. രണ്ടാമത്തെ സമയം വരുന്നത് പകൽ 11:20 മുതൽ 12:25 വരെയുള്ള സമയമാണ്. മൂന്നാമത്തേത് സന്ധ്യയ്ക്കാണ് വരുന്നത്. 6:45 മുതൽ 7:45 വരെയുള്ള സമയമാണ്. ഈ 3 സമയങ്ങളിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ദേവിക്കൊരു ലെറ്റർ എഴുതി ഒരു നാമം 33 തവണ ചൊല്ലുന്നതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. വാരാഹി ദേവിക്ക് ലെറ്റർ എഴുതുന്ന വീഡിയോവും അതുപോലെ തന്നെ കരിപ്പട്ടി ദീപത്തിനെ കുറിച്ചുള്ള വീഡിയോയും ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലാണുള്ളത്. ഇത് ചെയ്യണം എന്നുള്ളവർക്ക് ആ ചാനലിൽ പോയി അത് കണ്ട് ചെയ്യാവുന്നതാണ്. ഇനി കരിപ്പട്ടി ദീപം കൊളുത്തേണ്ട സമയം എന്ന് പറയുന്നത് ഗുരുഹോര സമയത്താണ്. നാളെ ഗുരുഹോര വരുന്നത് രാവിലെ 8:10 മുതൽ 9:15 വരെയാണ്. രണ്ടാമത്തെ ഗുരുഹോര സമയം വരുന്നത് വൈകുന്നേരം 3:35 മുതൽ 4:40 വരെയുള്ള സമയമാണ്. അപ്പോൾ 2 ടൈം മാത്രമേ ഗുരുഹോര കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 2 സമയത്ത് ഏത് സമയത്താണോ നിങ്ങൾക്ക് കരിപ്പട്ടി ദീപം കൊളുത്താൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് കൊളുത്താവുന്നതാണ്. ഈ ഒരു ലെറ്റർ എഴുതുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കരിപ്പട്ടി ദീപം കൊളുത്തുന്നത് കൊണ്ടോ മറ്റു നാമങ്ങളൊന്നും ചൊല്ലാൻ പാടില്ല എന്നൊന്നുമില്ല. ഇത് ചെയ്യുന്നവർക്ക് തേങ്ങാദീപവും കൊളുത്താവുന്നതാണ്. ഇനി നമുക്ക് നാളെ ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. നാളെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വാരാഹി ദേവിയുടെ ഒരു ധന ആകർഷണ മന്ത്രം എന്ന് തന്നെ പറയാം. ഈ ഒരു നാമമാണ് നമുക്ക് നാളെ ചൊല്ലേണ്ടത്. ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്കാണ് ചൊല്ലേണ്ടത്. സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം രാത്രി ഒരു 10-10:30 മണി വരെയുള്ള ഏതൊരു സമയത്തും ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. നാമം ഇതാണ്: ക്ലീം വരാഹമുഖി, ഹ്രീം സിദ്ധിസ്വരൂപിണി, ശ്രീം ധനവശങ്കരി, ധനം വർഷയ സ്വാഹ. നമ്മൾ ഓൾറെഡി ലക്ഷ്മി പൂജ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ദേവിയുടെ ഈ ഒരു ധനാകർഷണ മന്ത്രം കൂടി ചൊല്ലുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കും. പഞ്ചമി ദിവസം മറ്റു പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ പോലും ഈ നാമം മാത്രം നാളെ ഒരു 54 തവണ ചൊല്ലിയാൽ മതി. ഇതിനായിട്ട് പ്രത്യേകമായി ദീപമൊന്നും കൊളുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം കൊളുത്തുന്ന നിലവിളക്ക് 5 തിരിയിട്ട് കൊളുത്തി ഇത് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു നാമം കൂടി 54 ടൈംസ് ചൊല്ലാവുന്നതാണ്.
പഞ്ചമി ദിവസം വാരാഹി പൂജ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പഞ്ചദീപമാണ് കൊളുത്തുന്നതെങ്കിൽ അത് കൊളുത്തിയിട്ട് ഇത് ചൊല്ലാം. തേങ്ങാദീപം കൊളുത്തുന്നവരാണെങ്കിൽ അത് കൊളുത്തിയിട്ട് ഇത് ചൊല്ലാവുന്നതാണ്. ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. മാതള അല്ലികളിൽ തേനൊഴിച്ചു വെക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി അതിൽ തേനൊഴിച്ചു വെക്കാം. ചുവന്ന പഴം, ചെങ്കദളി എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു പഴം 2 എണ്ണം വെക്കുന്നതും വളരെ വളരെ നല്ലതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ വെക്കാം. അതൊന്നും പുഴുങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. പിന്നീട് നമുക്കത് ഉപയോഗിക്കാം. ദേവിക്ക് വെക്കുന്ന എല്ലാം തന്നെ നമുക്ക് പിന്നീട് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ദേവിക്ക് വെച്ചതിന് ശേഷം പ്രസാദമായി കഴിക്കാം. വേവിക്കാത്ത ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, നാളെ ഉത്രട്ടാതി നക്ഷത്രമായതുകൊണ്ട് തന്നെ ഗോപൂജ ചെയ്യുന്നവരൊക്കെ ഗോപൂജ ചെയ്യാൻ ശ്രമിക്കുക. ഗോമാതാവിന്റെ വിഗ്രഹത്തിനാണ് പൂജ ചെയ്യുന്നതെങ്കിലും നാളെ തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രവും വരുന്നത്. നാളെ രാത്രി 10 മണി വരെയും ഉത്രട്ടാതി നക്ഷത്രമുണ്ട്. ഇന്ന് രാത്രി മുതൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങും. അതുകൊണ്ട് തിങ്കളാഴ്ച ഏതൊരു സമയത്തും ഗോപൂജ ചെയ്യാം. വീടിനടുത്ത് ഗോക്കളുണ്ടെങ്കിൽ എന്തെങ്കിലും പുല്ലോ പഴമോ ശർക്കരയോ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് വീട്ടിൽ വന്ന് മഹാലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലി ഗോമാതാവിന്റെ വിഗ്രഹത്തിന് അർച്ചന ചെയ്യാവുന്നതാണ്. ഇനി രേവതി നക്ഷത്രം വരുന്നത് ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. രേവതി നക്ഷത്രം അന്ന് രാത്രി 9:54 വരെയുമുണ്ട്. അതായത് തലേദിവസം തിങ്കളാഴ്ച രാത്രി 10 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 9:54 വരെയും രേവതി നക്ഷത്രമുണ്ട്. ഏതൊരു സമയത്തും രേവതി നക്ഷത്രമുള്ള ഏതൊരു സമയത്തും രേവതി നക്ഷത്ര പൂജ ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച ശുക്രഹോരയിൽ ചെയ്യണം എന്നുള്ളവർക്ക് ചൊവ്വാഴ്ച ശുക്രഹോര ടൈം ഞാനിവിടെ പറയാം. രാവിലെ 8:10 മുതൽ 9:15 വരെയുള്ള സമയത്ത് ശുക്രഹോര സമയമാണ്. അതുപോലെ വൈകുന്നേരം 3:35 മുതൽ 4:40 വരെയും ശുക്രഹോര സമയമാണ്. ഈ ഒരു സമയത്ത് രേവതി നക്ഷത്ര പൂജ ചെയ്യാവുന്നതാണ്. രാത്രിയിൽ വരുന്നത് രാത്രി 10:30 മുതൽ 11:30 വരെയുള്ള സമയമാണ്. അപ്പോഴേക്കും രേവതി നക്ഷത്രം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ശുക്രഹോരയിൽ തന്നെ രേവതി നക്ഷത്ര പൂജ ചെയ്യണം എന്നുള്ളവർക്ക് ഈ 2 ടൈം ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം ചൊവ്വാഴ്ച ഏതൊരു സമയത്തും രേവതി നക്ഷത്ര പൂജ ചെയ്യാവുന്നതാണ്. രേവതി നക്ഷത്ര പൂജയെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മൈ ഡിവൈൻ വർഷിപ്പ് രേവതി നക്ഷത്രം എന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. രേവതി നക്ഷത്ര പൂജ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ചെയ്യുക. മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.